Next question, circle the composite number. So you have to circle the composite numbers. Composite numbers means they have more than two factors. Okay, അപ്പോൾ വണ്ണും ആ നമ്പറും അല്ലാതെ വേറെ ഏതെങ്കിലും നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇറ്റ് ഈസ് എ കോമ്പോസിറ്റ് നമ്പർ. സോ 12 ഈസ് എ കോമ്പോസിറ്റ് നമ്പർ. വി ക്യാൻ ഡിവൈഡ് ഇറ്റ് ബൈ 2, വി ക്യാൻ ഡിവൈഡ് ഇറ്റ് ബൈ 6, വി ക്യാൻ ഡിവൈഡ് ഇറ്റ് ബൈ 4, 3, കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. സോ ഇറ്റ് ഈസ് എ composite number. Then 91 can divided by, so we have to check it by 2. We cannot divide by 2, we cannot divide by 3 because 9 plus 1 is 10. It is not divisible by 3. Next, last it is not 5, so it is not divisible by 5. And next we have to check by 7. 7 ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോഴും ഡിവൈഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇറ്റ് ഈസ് എ പ്രൈം നമ്പർ. അത് ഡിവൈഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കോമ്പോസിറ്റ് നമ്പർ. സോ 91/7 in 9, 2 1 time, 1 into 7 7, remainder 2, and in 21 3 times 30, 3 into 7 is 21, remainder becomes 0. Therefore it is exactly divisible by 7. Therefore 91 is a composite number. Divisible ചെയ്യാൻ പറ്റും, ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ it is composite number. Then 500 can divide by 2, therefore it is composite number. 2 is a prime number. Okay, 2 is a prime number. Then 178 can divisible by 2, therefore it is a composite number. 7 is a prime number. Then 211 നിങ്ങൾ ഇതുകൊണ്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അതുകൊണ്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ ദീസ് നമ്പേഴ്സ് എന്ന് പറയും. സോ ഇറ്റ് ഈസ് എ പ്രൈം നമ്പർ. ദെൻ 764 വി ക്യാൻ ഡിവൈഡ് ഇറ്റ് ബൈ 2. അല്ലെ, ലാസ്റ്റ് 64 ആണെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, വി ക്യാൻ ഡിവൈഡ് ഇറ്റ് ബൈ 2, therefore it is a prime number. Then 18, sorry, it is a composite number. 764 is a composite number. Then 89 cannot divide by any of these numbers. 89 നമുക്ക് ഇതുകൊണ്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. So it cannot divide by these numbers, therefore it is a prime number. ഓക്കെ, അപ്പോൾ അതിൽ പ്രൈം നമ്പർ അല്ല കോമ്പോസിറ്റ് നമ്പർ ആണ് സർക്കിൾ ചെയ്യുക. അപ്പോൾ ക്വസ്റ്റ്യൻ അനുസരിച്ച് നോക്കണം. ക്വസ്റ്റ്യനിൽ കോമ്പോസിറ്റ് നമ്പേഴ്സ് പറഞ്ഞാൽ അത് മാത്രം സർക്കിൾ ചെയ്യാം. ഓക്കെ, then next question, every even composite numbers can be expressed as the sum of two primes numbers. For example, 8 can be written as 5 plus 3. Now express the following even numbers, even composite numbers, as the sum of two prime numbers. So composite numbers, even composite numbers can be written as sum of two prime numbers. Okay, രണ്ട് പ്രൈം നമ്പേഴ്സിൻ്റെ സം ആയിട്ട് ഈ കോമ്പോസിറ്റ് നമ്പേഴ്സിനെ എഴുതാൻ പറ്റും, ഈവൻ കോമ്പോസിറ്റ് നമ്പേഴ്സിനെ. അപ്പോൾ അത് 8 നമുക്ക് 5 plus 3 എന്ന് എഴുതാം. അതേപോലെ ഈ 12 ഈ 5 plus 3 എന്ന് എഴുതുമ്പോൾ 5ഉം 3ഉം പ്രൈം നമ്പർ ആയിരിക്കണം. ആ രൂപത്തിൽ ഈ 12 36 ഈ നമ്പേഴ്സിനെല്ലാം എഴുതാം. സോ എ ക്വസ്റ്റ്യൻ 12. So can we write 12 as a sum of two prime numbers? Yes, we can write it as 11 plus 1 എഴുതി കഴിഞ്ഞാൽ 12 കിട്ടും. ബട്ട് 1 ഈസ് നോട്ട് എ പ്രൈം നമ്പർ. രണ്ടും പ്രൈം നമ്പർ ആവണം. ദെൻ 9 ഈസ് നോട്ട് എ പ്രൈം നമ്പർ. ദെൻ 7 ഈസ് എ പ്രൈം നമ്പർ ആൻഡ് 5 ഈസ് എ പ്രൈം നമ്പർ. 7 plus 5 is 12. സോ 7 plus 5 is the answer. ഇനി വേറെ ഏതെങ്കിലും രൂപത്തിൽ ചെയ്യാൻ പറ്റുമോ? ഓക്കെ, then okay, 7 plus 5 is 12. Then next 36. So we can write it as 29 plus 5. 29 is a prime number. 29 plus 5 എഴുതാം 36. Okay, 29 plus 5. Any other options? Okay, 36 ഇനി വേറെ ഏതെങ്കിലും രീതിയിൽ എഴുതാൻ പറ്റുമോ? രണ്ട് പ്രൈം നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന രൂപത്തിൽ. ഇപ്പോൾ 23 plus, okay, 23 plus 13. 23 plus 13 എഴുതാം അല്ലേ. 23 is a prime number and 13 is also a prime number. 23 plus 13 equal to 36 അങ്ങനെ എഴുതാം. ഓക്കെ, 36 equal to 23 plus 13. രണ്ട് നമ്പേഴ്സിൻ്റെ സം ആയിരിക്കണം ആൻഡ് ദാറ്റ് ടു നമ്പേഴ്സ് മസ്റ്റ് ബി എ പ്രൈം നമ്പർ. ഓക്കെ, so here one example is enough. It is 29 plus 15. B question. ഇനി സി ക്വസ്റ്റ്യനും ഡി ക്വസ്റ്റ്യനും ഹോംവർക്കാണ്. യു ഹാവ് ടു ഡു ഇറ്റ് ബൈ യുവർ സെൽഫ്. ഇതേപോലെ രണ്ട് പ്രൈം നമ്പേഴ്സിൻ്റെ സമ്മ് ചെയ്ത് കഴിഞ്ഞാൽ, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്പർ കിട്ടണം. ഓക്കെ, ആ രൂപത്തിൽ 14 രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്താൽ കിട്ടണം. ആ രണ്ട് നമ്പേഴ്സും പ്രൈം നമ്പർ ആവണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, every odd numbers greater than 7 can be expressed the sum of 3 prime numbers. 7നേക്കാൾ വലിയ ഓഡ് നമ്പേഴ്സിനെ നമുക്ക് 3 പ്രൈം നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന രൂപത്തിൽ എഴുതാം. അപ്പോൾ ഇവിടെ 2 പ്രൈം നമ്പറാണ് നേരത്തെ ക്വസ്റ്റ്യനിൽ ആഡ് ചെയ്തത്. ഇനി 3 പ്രൈം നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓഡ് നമ്പർ കിട്ടണം ആ രൂപത്തിൽ. ഓക്കെ, സോ റൈറ്റ് ദി ഫോളോയിങ് നമ്പേഴ്സ് ആസ് 3 പ്രൈം നമ്പേഴ്സ്. അപ്പോൾ 17 3 പ്രൈം നമ്പേഴ്സ് ആഡ് ചെയ്താൽ കിട്ടുന്ന രൂപത്തിൽ എഴുതണം. 2 അല്ല 3. ഓക്കെ, സോ വി ഹാവ് ടു റൈറ്റ് ദിസ് ആസ് ദി സം ഓഫ് 3 പ്രൈം നമ്പേഴ്സ്. അപ്പോൾ അത് ക്വസ്റ്റ്യനിൽ നേരെ നോക്കണം കേട്ടോ. 2 പ്രൈം നമ്പറാണോ 3 പ്രൈം നമ്പറാണോ? അപ്പോൾ 3 പ്രൈം നമ്പേഴ്സ് ആഡ് ചെയ്താൽ 17 കിട്ടണം. ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ലെറ്റ് മീ ചെക്ക്. 17, 15 is not a prime number. Then 13 is a prime number. 13 plus 3, 14. 14 plus 3, 17. Okay, so 13 is a prime number. 3 is a prime number. Again 3 is a prime number. So 13 plus 3 plus 3. Okay,
സോ ഇറ്റ് ഈസ് 70. ഇനി അതേപോലെ വേറെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ നോക്കാം കേട്ടോ. 11 + 5 16 അവിടെ പറ്റൂല. അപ്പോൾ 13 + 3 + 3 എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. 11 പ്ലസ് എന്നാണ് കേട്ടോ. 11 + 3 + 3. ഓക്കെ, 11 + 3 14, 14 + 3 17, 11 + 3 14, 14 + 3 17. ഓക്കെ, അപ്പോൾ മൂന്നും പ്രൈം നമ്പേഴ്സ് ആയിരിക്കും. 11 ഈസ് എ പ്രൈം നമ്പർ, again 3 is a prime number, 3 is a prime number. So we have to write the given number as the sum of 3 prime numbers. Okay, then 21 is a homework for you. Then 35 35നെ 3 പ്രൈം നമ്പേഴ്സ് ആഡ് ചെയ്താൽ കിട്ടുന്ന രൂപത്തിൽ നമുക്കിങ്ങനെ ചെയ്ത് നോക്കാം പറ്റുമോ ഇല്ലേ എന്നുള്ളത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ 23 എന്നുള്ളത് പ്രൈം നമ്പറാണ്. അതിൻ്റെ കൂടെ 5 ആഡ് ചെയ്താൽ 23 + 8 23 + 5 28 എന്ന് വരും. Then 28 + 7 is also a prime number, is 35. Okay, 28 + 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35 ആണ്. ഓക്കെ, സോ 23 + 7 is 30, 30 + 5 is 35. So 23, 5 and 7 are prime numbers. Like 23 prime ആണ്, 5 prime ആണ്, 7 prime ആണ്, and their sum become 35. അപ്പോൾ B ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയി. സോറി, B അല്ല, C ക്വസ്റ്റ്യൻ. So B question and D question is a homework for you. So all of you try yourself. These are the questions from, let us try 5.2. Okay, so all of you write the answers of this question. Okay, question number 1, question number 2, then question number 4 and question number 6. Okay.